ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുടുമോൻ്റെ പല്ലുവേദനയൊന്നും കുറവായിട്ടില്ല കേട്ടോ. അതാണ് ഇത്രയും ദിവസം വീഡിയോയിലൊന്നും ഇല്ലാണ്ടിരുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കണ്ട മാനം നഖമൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കളയാമെന്ന് വിചാരിച്ചിട്ട് കൈയുടെ നഖമൊക്കെ വെട്ടാനതിന് അവന് വലിയ പ്രശ്നമൊന്നുമില്ല. ഒക്കെ ഇരുന്നൊക്കെ തരും കേട്ടോ. രാവിലെ തന്നെ മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൈയൊക്കെ നഖമൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെട്ടാനൊക്കെ ആയിട്ട് കൈയുടെയൊക്കെ നഖം വെട്ടാനൊക്കെ ആയിട്ട് അവൻ ഇരുന്ന് തന്നു. വലിയ കുഴപ്പമൊന്നും കാണിച്ചില്ല. പക്ഷെ കാലിൻ്റെ നഖം വെട്ടുമ്പോഴാണ് അവൻ കാല് വെട്ടാനായിട്ട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാലിൻ്റെ നഖം വെട്ടാനായിട്ട് അവനെ ഞാൻ കെടുത്തിയിട്ട്, അല്ലാണ്ട് എനിക്ക് അങ്ങനെ വെട്ടാനായിട്ട് പറ്റണില്ല. അവൻ കാലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് വലിക്കുകയാണ് കേട്ടോ എൻ്റെ മേത്ത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവനൊന്ന് എണീക്കും, ചിലപ്പോൾ അവനൊന്ന് എന്നെ ചവിട്ടും. പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുറത്ത് വന്നിരുന്ന് തല്ലും. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കാലിൻ്റെ നഖം വെട്ടാനായിട്ട് അവൻ സമ്മതിക്കില്ല കേട്ടോ. അവന് ഇത്തിരി ഇതുണ്ട്, കാലുമ്മ പിടിക്കുന്നത് അവന് വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതേപ്പോൾ എൻ്റെ പുറത്ത് അവിടെ ഇട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ. അപ്പോൾ അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വെട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ കളിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു കണക്കിന് ഇപ്പോൾ കാലിൻ്റെ നഖം വെട്ടാനായിട്ട് എന്നാലും കുറച്ച് നേരമൊക്കെ ഒന്ന് ഗുസ്തി കാണിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു കണക്കിനല്ല, രണ്ട് കാലിൻ്റെ അങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ. അങ്ങനെ പതുക്കെ വെട്ടിയെടുത്തു. ഒന്നാമത്തെ കാര്യം അവനങ്ങനെ കെടുക്കില്ല മര്യാദയ്ക്ക്. ചിലപ്പോൾ കിടന്ന് കഴിയുമ്പോൾ അപ്പം കാല് പിടിക്കുന്ന കാണുമ്പോൾ അപ്പം എനിക്കും ഞാനപ്പോൾ അവനോട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അനങ്ങാണ്ട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. അവ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കളി ഇറന്നിട്ടെന്ന് പല്ലുവേദനയുടെ വേദനയുടെ മരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഡോസിലാണ് കേട്ടോ. ആ ഡോസിൻ്റെ അത് കഴിഞ്ഞ് വേദന തുടങ്ങും കേട്ടോ. ഡോസ് വിട്ട് കഴിയുമ്പോൾ സുടുമോനെ അപ്പം വേദന തുടങ്ങുകയാണ്. അതാണ് ഇത്ര ദിവസം വീഡിയോയിലൊന്നും ഇല്ലാണ്ടിരുന്നത്. അവന് ഫിക്സും വരുന്നുണ്ട് അതിനിടയിൽ, പിന്നെ വേദനയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ചെല്ലാനായിട്ട് പറഞ്ഞേക്കണം ഹോസ്പിറ്റലിൽ. അപ്പോൾ തിങ്കളാഴ്ച എന്തെങ്കിലും പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ സുടുമോൻ്റെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇപ്പോൾ പോയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഇതിപ്പോൾ പല്ലിനിപ്പോൾ ഇങ്ങനെ വരും, ഇത്രയ്ക്കും ബുദ്ധിമുട്ടൊന്നും വരുന്നൊന്നും വിചാരിച്ചില്ല ആരും. അപ്പോൾ സുടുമോൻ്റെ അച്ഛൻ വരും. വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ആയിട്ടാണ് എത്തുള്ളൂ. അപ്പോൾ അത്രയും ദിവസം വേദനയുടെ മരുന്ന് തന്നെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതിനില്ല, നമ്മൾ തിങ്കളാഴ്ച പോയാലും ഒരാളില്ലാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യയൊക്കെ കൊടുക്കുമ്പോൾ സുടുമോൻ്റെ അച്ഛൻ വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് ചേട്ടനെ വിളിച്ചത് കേട്ടോ. ചേട്ടനെ വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ എത്ര പല്ല് കേടുണ്ടെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് പ്രാവശ്യം ചെയ്തതാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 8 പല്ലെടുത്തു. ഇനിയിപ്പോൾ എത്ര പല്ലുണ്ടെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ പഴുപ്പുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവനിത് ചെയ്താലാണ്, അവർക്ക് കിടത്തിയാലാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ നേരം ബോളൊക്കെ ഇട്ട് കളിച്ച് ഞങ്ങൾ വീൽ ചെയറിലൊക്കെ ഇട്ട് ഉന്തലും വേദനയൊക്കെ വരുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുത്തി ഉന്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും. ഇതിപ്പോൾ വാച്ച് അവറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക. എന്നെ കോൺടാക്റ്റ് ചെയ്യണവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വാട്സപ്പ്